പുഷ്പാങ്കദന്റെ ഒന്നാം സ്വയംവരം തിയേറ്ററിലേക്ക് എത്താണ്. അതിലെ നമ്മുടെ പുഷ്പാങ്കദനാണ് നമ്മുടെ കൂടെ ഉള്ളത് അല്ലെ? എന്താണ് പുഷ്പാങ്കദൻ? കുറെ കാലമായിട്ട് അതിനെ കുറിച്ചുള്ള ഇങ്ങനെ വാർത്തകൾ കേൾക്കുന്നുണ്ട്. പോസ്റ്ററൊക്കെ ഒരു ഇൻവിറ്റേഷൻ പോലെ എന്താണ് ശരിക്കും പുഷ്പാങ്കദന്റെ ഒന്നാം സ്വയംവരം? കുറെ ആളെ വെച്ച് വീണ്ടും കല്യാണം കഴിക്കുന്ന പോലെ ചോദിച്ചു. പുഷ്പാങ്കദന്റെ ഒന്നാം സ്വയംവരം നല്ലൊരു സിനിമ, ഒരു കുഞ്ഞു സിനിമയാണ്. വയനാട് ചിത്രീകരിച്ച ജോസേട്ടന്റെ നിർമ്മാണത്തില്, സുരേന്ദ്രമയ്യക്കന്റെ സംവിധാനത്തില് ഒരു കൊച്ചു സിനിമ. അത് തിയേറ്റർ റിലീസ് ജനുവരി 16-നാണ്. പുഷ്പാങ്കദന്റെ സ്വയംവരം എന്നാ പറയുന്നത്, കല്യാണമല്ല സ്വയംവരം. രസമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലമൊക്കെ അങ്ങനെയാണ്. അതിന്റെ രസാന്ന് പുതിയ കാലഘട്ടത്തിന്റെ സിനിമ തന്നെയാണ്. പക്ഷെ അതിൽ ബന്ധങ്ങൾക്കെല്ലാം ഭയങ്കര പ്രാധാന്യമുണ്ട്. അച്ഛൻ, അമ്മ, മക്കള്, മരുമക്കള് എല്ലാം പറയുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ സിനിമ. എന്റെ കഥ എന്താ ഞാൻ പറഞ്ഞ പെണ്ണ് കിട്ടാത്ത പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറയാനുള്ളതുണ്ടോ? പറയാൻ പറ്റുമോ എന്തെങ്കിലും കഥ? അതെ, നല്ല ബന്ധങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് ഏത് കാലത്തും. അത് ഇപ്പൊ നമ്മളെ കുടുംബം ഒരു മതിൽക്കെട്ടിന്റെ ഉള്ളിൽ മാത്രമാവുന്ന ഒരു കാലം അല്ലെ? അച്ഛൻ, അമ്മ, മക്കള് അവർ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരാളെ മരിച്ചാൽ തന്നെ എത്രയോ ദിവസം കഴിഞ്ഞിട്ട് പപ്പറ ചീഞ്ഞ് കറിയിട്ടായിരിക്കും അറിയുന്നത്. ആടെ അവരെല്ലാം പോയിട്ടുണ്ടാവും ഒരാളെ ആക്കിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ പത്രത്തിലമ്മ വായിക്കുന്നതാണ്. അപ്പൊ ഇത് ബന്ധങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യം എല്ലാവരും വേണം. ഇപ്പൊ നമുക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ അകന്നു പോയവരിൽ ഒന്ന് ഒന്നിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അതാ സിനിമ നല്ലതാവും, മോശമാവില്ല. കുഞ്ഞു സിനിമയാണ്, അങ്ങനെ ഭയങ്കര സിനിമയല്ല. ഇപ്പൊ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടല്ലോ ചെറിയ സിനിമകളാണല്ലോ. തീർച്ചയായും. എത്ര സിനിമയായി? 19 സിനിമ ഞാൻ ചെയ്തു. ഏകദേശം എല്ലാ മലയാള സിനിമയിലെ പ്രശസ്ത ഡയറക്ടറെ കീഴിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റി. ഇപ്പൊ ഞാൻ ഷൂട്ടിന്റെ ഇടയിൽ ഇല്ല തന്നെ മാമാ റൺ എന്ന് പറഞ്ഞ വലിയ ഗംഭീരപ്പെടാന്ന് അതിൽ മുഴുനീള വേഷം ചെയ്തുകൊണ്ട് നമ്മുടെ സുരാജേട്ടന്റെ വലിയൊരു സിനിമയാണ് അത്. അതിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അല്ലേ, ഞാൻ പറഞ്ഞ മുഴുനീളാന്ന് പറഞ്ഞു. പുതിയ സിനിമ പറയാൻ പറ്റില്ല. അത് വലിയൊരു സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റ്, സുരാജ് വെഞ്ഞാറമൂട്, ഇന്ദ്രൻസ്, ബാബുരാജ്, കോട്ടൻ നസീർ, വിജയരാഘവൻ, ഒരുപാട് ആർട്ടിസ്റ്റിന്റെ ഒരു പടമാണ്. അതിന് കുഞ്ഞു വേഷം ഞാൻ ചെയ്യുന്നുണ്ട്. കുഞ്ഞല്ല, മുഴുനീള വേഷം. അതിന്റെ ബാക്കി കാര്യങ്ങൾ തുടങ്ങിയില്ലേ പറയാൻ. അപ്പൊ നല്ല സിനിമയാണ്.